ഏറ്റവും ശക്തമായ സൈന്യം, ആകാശം മുഴുവൻ തങ്ങളുടെ നിയന്ത്രണത്തിലാണെന്ന് വിശ്വസിച്ച രാജ്യം. എന്നാൽ ഒരു യുദ്ധം ആ വിശ്വാസത്തെ ആകെ തകർത്തു. ആകാശം മുഴുവൻ സ്വന്തമാണെന്ന് കരുതിയ അമേരിക്ക ഇപ്പോൾ സ്വന്തം കണ്ണുകളായി പ്രവർത്തിച്ചിരുന്ന ഡ്രോണുകളെ പോലും രക്ഷിക്കാനാകാതെ നിൽക്കുകയാണ്. കോടിക്കണക്കിന് ഡോളർ വില വരുന്ന MQ-9 റീപ്പർ ഡ്രോണുകൾ ഒന്നോ രണ്ടോ അല്ല, 45. ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈനിക ശക്തിയുടെ ഏറ്റവും വിശ്വസനീയമായ നിരീക്ഷണ ആക്രമണ ആയുധങ്ങൾ ഒന്നൊന്നായി ആകാശത്തിൽ നിന്ന് വീണു. ഇത് വെറും ഡ്രോണുകൾ വീണ കഥയല്ല, ആധുനിക യുദ്ധത്തിന്റെ നിയമങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നതിന്റെ സൂചനയാണ്. അത്യാധുനിക സാങ്കേതിക വിദ്യയും അനന്തമായ ആയുധ ശേഖരവും മാത്രം ഇനി വിജയം ഉറപ്പാക്കില്ലെന്ന് തെളിയിച്ച യുദ്ധം. എങ്ങനെ അമേരിക്കയ്ക്ക് കുറഞ്ഞത് 45 MQ-9 റീപ്പർ ഡ്രോണുകൾ നഷ്ടമായി? എന്തുകൊണ്ടാണ് ഓരോ ദിവസവും ബില്യൺ ഡോളറുകളുടെ നഷ്ടം വർദ്ധിച്ചത്? ഇറാൻ ശരിക്കും അമേരിക്കയുടെ ഏറ്റവും വലിയ സൈനിക ശക്തികളിൽ ഒന്നിനെ വെല്ലുവിളിച്ചോ? അതോ ഇതിനു പിന്നിൽ മറ്റൊരു യാഥാർത്ഥ്യമുണ്ടോ? പ്രസ് TV, ന്യൂസ് 18 തുടങ്ങിയ മാധ്യമങ്ങൾ വാഷിംഗ്ടൺ പോസ്റ്റിനെ ഉദ്ധരിച്ച് പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം യുദ്ധം ആരംഭിച്ചതിന് ശേഷം കുറഞ്ഞത് 45 MQ-9 റീപ്പർ നിരീക്ഷണ സ്ട്രൈക്ക് ഡ്രോണുകൾ അമേരിക്കയ്ക്ക് നഷ്ടമായിട്ടുണ്ട്. ഇത് അമേരിക്കയുടെ ആകെ റീപ്പർ കപ്പലിന്റെ ഏകദേശം 4/1 തുല്യമാണ്. സാമ്പത്തികമായി നോക്കുമ്പോൾ ഈ നഷ്ടം 1.3 ബില്യൺ ഡോളറിലധികം വരുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ സാമ്പത്തിക നഷ്ടത്തെക്കാൾ വലിയ ചോദ്യമാണ് അമേരിക്കയുടെ ഏറ്റവും വിശ്വസനീയമായ നിരീക്ഷണ ആക്രമണ സംവിധാനങ്ങളൊന്നിന്റെ ദുർബലത ലോകത്തിനു മുന്നിൽ തുറന്നു കാട്ടപ്പെട്ടത്. ഫെബ്രുവരി 28-നാണ് ഇറാനെതിരെ യുദ്ധം ആരംഭിച്ചത്. അന്ന് അമേരിക്കയ്ക്ക് ആകെ 185 MQ-9 റീപ്പർ ഡ്രോണുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൽ 165 എണ്ണം അമേരിക്കൻ വ്യോമസേനയുടെ കീഴിലും 20 എണ്ണം മറൈൻ കോർപ്സിന്റെ കീഴിലുമായിരുന്നു. യുദ്ധത്തിന്റെ ആദ്യ ആഴ്ചകളിൽ തന്നെ ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനം അമേരിക്കൻ ഡ്രോണുകൾക്ക് വലിയ വെല്ലുവിളിയായി. മാർച്ച് 11 തന്നെ ഏകദേശം 10 റീപ്പർ ഡ്രോണുകൾ ഇറാൻ വെടിവെച്ചിട്ടതായി അമേരിക്കൻ ഉദ്യോഗസ്ഥർ സമ്മതിച്ചിരുന്നു. എന്നാൽ അതിനുശേഷം നഷ്ടം വേഗത്തിൽ ഉയർന്നു. മെയ് മാസത്തോടെ 2 ഡസനിലധികം ഡ്രോണുകൾ പ്രവർത്തനരഹിതമായി. ജൂലൈയിൽ ഈ എണ്ണം ഏകദേശം 30 ഉയർന്നുവെന്ന് സ്ഥിരീകരിക്കപ്പെട്ടപ്പോൾ ഇപ്പോഴത്തെ കണക്ക് കുറഞ്ഞത് 45 ഡ്രോണുകൾ നഷ്ടപ്പെട്ടുവെന്നാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ എല്ലാ ഡ്രോണുകളും നേരിട്ട് വെടിവെച്ചിട്ടതല്ല. ചില റീപ്പറുകൾ പ്രവർത്തനത്തിനിടെ അവയും നിയന്ത്രിക്കുന്ന ഓപ്പറേറ്റർമാരും തമ്മിലുള്ള സാറ്റലൈറ്റ് ആശയവിനിമയ ബന്ധം നഷ്ടപ്പെട്ടതിനെ തുടർന്ന് തകർന്നു വീണതായി അമേരിക്കൻ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഇറാന്റെ ഇലക്ട്രോണിക് യുദ്ധശേഷിയും ആശയവിനിമയ സംവിധാനങ്ങളെ ലക്ഷ്യമിട്ടുള്ള ഇടപെടലുകളും അമേരിക്കയ്ക്ക് വലിയ വെല്ലുവിളിയാണെന്ന വിലയിരുത്തലും ശക്തമാവുകയാണ്. ജനറൽ ആറ്റോമിക് നിർമ്മിച്ച MQ-9 റീപ്പർ അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിരീക്ഷണ ആക്രമണ ഡ്രോണുകളിൽ ഒന്നാണ്. 2007 സേവനത്തിൽ പ്രവേശിച്ച ഈ റിമോട്ട് പൈലറ്റഡ് എയർക്രാഫ്റ്റ് അഫ്ഗാനിസ്ഥാൻ, ഇറാഖ്, സിറിയ, മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിലെ നിരവധി സൈനിക ദൗത്യങ്ങളിൽ നിർണായക പങ്കുവഹിച്ചു. ഒരു മനുഷ്യ പൈലറ്റിനെ അപകടത്തിലാക്കാതെ മണിക്കൂറുകളോളം ആകാശത്ത് തുടർന്നുകൊണ്ട് നിരീക്ഷണം നടത്താനും ആവശ്യമായപ്പോൾ കൃത്യമായ മിസൈൽ ആക്രമണം നടത്താനും ഇതിന് കഴിയും. അതുകൊണ്ട് തന്നെ അമേരിക്കൻ ഇന്റലിജൻസ്, സർവേലൻസ്, റിക്കറൻസ്, പ്രിസിഷൻ സ്ട്രൈക്ക് ദൗത്യങ്ങളുടെ കേന്ദ്ര ഘടകമായിരുന്നു റീപ്പർ. ഓരോ MQ-9 റീപ്പറിന്റെയും വില അതിന്റെ കോൺഫിഗറേഷനെയും ആയുധ സജ്ജീകരണവും അനുസരിച്ച് ഏകദേശം 30 മുതൽ 50 ബില്യൺ ഡോളർ വരെയാണ്. എന്നാൽ ഗ്രൗണ്ട് കൺട്രോൾ സ്റ്റേഷനുകൾ, സാറ്റലൈറ്റ് ലിങ്കുകൾ, സെൻസറുകൾ, ആയുധങ്ങൾ, പരിശീലനം എന്നിവയും ചേർന്നാൽ യഥാർത്ഥ ചെലവ് ഇതിലും കൂടുതലാകും. അതിനാൽ തന്നെ 45 ഡ്രോണുകളുടെ നഷ്ടം അമേരിക്കൻ നികുതിദായകർക്ക് 1.3 ബില്യൺ ഡോളറിലധികം സാമ്പത്തിക ബാധ്യത സൃഷ്ടിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം ഹോർമൂസ് കടലിടുക്കിന് മുകളിലായിരുന്നു ഈ ഡ്രോണുകളിൽ പലതും പ്രവർത്തിച്ചിരുന്നത്. ഇറാന്റെ മിസൈൽ ലോഞ്ചറുകൾ കണ്ടെത്തുക, സൈനിക നീക്കങ്ങൾ നിരീക്ഷിക്കുക, ലക്ഷ്യങ്ങൾ തിരിച്ചറിയുക തുടങ്ങിയ ദൗത്യങ്ങളിലായിരുന്നു ഇവ വ്യാപകമായി വിന്യസിക്കപ്പെട്ടിരുന്നത്. എന്നാൽ ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനം ഇവയെ വളരെ കൃത്യതയോടെ ലക്ഷ്യമിട്ടത് അമേരിക്കൻ സൈനിക ഉദ്യോഗസ്ഥരെ പോലും അത്ഭുതപ്പെടുത്തിയെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഉയർന്ന സാങ്കേതിക ശേഷിയുള്ള അമേരിക്കൻ ഡ്രോണുകളെ പോലും ഇറാൻ തുടർച്ചയായി വീഴ്ത്തിയെന്നത് യുദ്ധത്തിലെ ശക്തി സമവാക്യങ്ങളെ കുറിച്ചുള്ള പുതിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഡ്രോണുകളുടെ നഷ്ടം അമേരിക്കയുടെ ആയുധ ശേഖരത്തിലും വലിയ സമ്മർദ്ദമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഡ്രോണുകൾ മാത്രമല്ല, ഇവയെ സംരക്ഷിക്കാനും ഇറാന്റെ മിസൈലുകളെയും ഡ്രോണുകളെയും തടയാനും ഉപയോഗിച്ച വില കൂടിയ പ്രിസിഷൻ ഗൈഡഡ് മിസൈലുകളും ഇന്റർസെപ്റ്ററുകളും വേഗത്തിൽ തീരുന്ന സാഹചര്യവും രൂപപ്പെട്ടു. ചില അമേരിക്കൻ ഇന്റർസെപ്റ്റർ മിസൈലുകൾക്ക് ഓരോന്നിനും $1 മില്യൺ ഡോളറിലധികം വിലയുണ്ട്. അതേസമയം താരതമ്യേന കുറഞ്ഞ ചെലവിൽ നിർമ്മിക്കുന്ന ഇറാനിയൻ ഡ്രോണുകളും മിസൈലുകളും അമേരിക്കൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ ആവർത്തിച്ച് സമ്മർദ്ദത്തിലാക്കി. ഈ സാഹചര്യത്തിൽ അമേരിക്കയുടെ ആയുധ ശേഖരം പുനർനിർമ്മിക്കുന്നത് വലിയ വെല്ലുവിളിയാണെന്നാണ് പ്രതിരോധ വിദഗ്ധരുടെ മുന്നറിയിപ്പ്. യുദ്ധത്തിനിടെ ഉപയോഗിച്ച മിസൈലുകളും ഡ്രോണുകളും പുനഃസ്ഥാപിക്കാൻ
വർഷങ്ങൾ വേണ്ടിവരുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇതിനിടെ യുദ്ധച്ചെലവുകൾ നിറവേറ്റുന്നതിനും പുതിയ ആയുധങ്ങൾ വാങ്ങുന്നതിനുമായി $67 ബില്യൺ യുദ്ധ ധനസഹായ പാക്കേജിന് ട്രംപ് ഭരണകൂടം കോൺഗ്രസിന്റെ പിന്തുണ തേടുന്നതായും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നടത്തിയ ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇറാൻ അമേരിക്കൻ ഇസ്രായേൽ സൈനിക കേന്ദ്രങ്ങൾക്കും നാവിക സാന്നിധ്യത്തിനു നേരെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ശക്തമാക്കി. ഇതോടെ പശ്ചിമേഷ്യയിലെ സംഘർഷം കൂടുതൽ വ്യാപിച്ചു. ഒരു ഘട്ടത്തിൽ ഹോർമോസ് കടലിടുക്ക് അടച്ചുകൊണ്ട് ആഗോള എണ്ണ വിപണിയും ഇറാൻ സമ്മർദ്ദത്തിലാക്കി. പിന്നീട് ജൂൺ 17 അമേരിക്കയും ഇറാനും പാകിസ്ഥാനിൽ ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചതോടെ സംഘർഷം കുറയുമെന്ന പ്രതീക്ഷ ഉയർന്നെങ്കിലും സമീപ ആഴ്ചകളിൽ വീണ്ടും അമേരിക്കൻ ആക്രമണങ്ങൾ ആരംഭിച്ചതോടെ സ്ഥിതിഗതികൾ വീണ്ടും വഷളായതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഈ യുദ്ധം ഒരു പ്രധാന പാഠം ലോക സൈനിക ശക്തികൾക്ക് നൽകുന്നുണ്ട്. അത്യാധുനിക സാങ്കേതിക വിദ്യ മാത്രം വിജയം ഉറപ്പാക്കില്ല. ശക്തമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, ഇലക്ട്രോണിക് യുദ്ധശേഷി, ദീർഘകാല ആയുധശേഖരം എന്നിവയും സമാനമായി നിർണായകമാണ്. അമേരിക്കയുടെ ഏറ്റവും വിശ്വസനീയമായ നിരീക്ഷണ ആക്രമണ പ്ലാറ്റ്ഫോമുകളിൽ ഒന്നായ MQ-9 റീപ്പറിന് പോലും വലിയ നഷ്ടം സംഭവിച്ച സാഹചര്യത്തിൽ ഭാവിയിലെ യുദ്ധതന്ത്രങ്ങളിലും ഡ്രോൺ യുദ്ധത്തിന്റെ സ്വഭാവത്തിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതിരോധ വിദഗ്ധരുടെ വിലയിരുത്തൽ. അമേരിക്കയ്ക്ക് നഷ്ടമായത് വെറും 45 MQ-9 റീപ്പർ ഡ്രോണുകൾ മാത്രമല്ല, സ്വന്തം സാങ്കേതിക മേധാവിത്വത്തെക്കുറിച്ചുള്ള ഒരു വലിയ ആത്മവിശ്വാസവുമാണ്. അതേസമയം കുറഞ്ഞ ചെലവിൽ പോലും അത്യാധുനിക ആയുധങ്ങളെ വെല്ലുവിളിക്കാമെന്ന സന്ദേശമാണ് ഇറാൻ ലോകത്തിനു മുന്നിൽ ഉയർത്തിക്കാട്ടിയത്. ഇനി ചോദ്യം ഒന്നു മാത്രം: ഈ യുദ്ധം ഇവിടെ അവസാനിക്കുമോ, അതോ പശ്ചിമേഷ്യയെ കൂടുതൽ വലിയ സംഘർഷത്തിലേക്ക് തള്ളിവിടുന്ന ഒരു പുതിയ അധ്യായത്തിന്റെ തുടക്കമാണോ ഇത്?